രാവിലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇതേ മംഗൾപാടി പാലത്തിൻ്റെ അടുത്ത് വെച്ചാണ്. ഇവിടെ ഇതാ ഫൂട്ടോർ വർക്കിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇതേ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇവിടേക്ക് മൊത്തം വർക്ക് തുടങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഉള്ളത് ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിൻ്റെ സാധനങ്ങളും മറ്റൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു മിനി, ഒരു മാരുതി സുസുക്കിൻ്റെ ഒരു മിനി വണ്ടിയാണ്. അപ്പം അതിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഉപ്പള ഫൂട്ടോർ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് മംഗൾപാടി ഫൂട്ടോറിൻ്റെ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം തിരക്കായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ നമ്മുടെ ലോഡർ നമ്മുടെ ടോറസ് ലോറിയിലോട്ട് മെറ്റീരിയൽസ് ലോഡാക്കി ഇടുകയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടി ഇതേ ഇവിടുന്ന് സാധനം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പ്ലൈവുഡും കാര്യങ്ങളൊക്കെ തന്നെ കയറ്റി സൈഡിലോട്ട് പോകണം. അങ്ങനെ സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി 11 മണി വരെ വർക്ക് ഉണ്ടായിരുന്നു കാസർഗോഡ് ഭാഗത്തായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ടോറസ് ലോറിയിലില്ല. നമ്മുടെ ചെറിയൊരു ഏരിയൻ്റെ അതാണുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് എടുത്ത് നമ്മൾ ഓരോ സൈഡിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നായിക്കാപ്പ് പ്ലാന്റിലാണുള്ളത്. മൊത്തം ഫ്ലൈ ഓവർ അവിടെയൊക്കെ കറങ്ങി ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറയുന്നത് കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇതേ പയ്യന്മാർ സാധനങ്ങൾ ഇങ്ങനെ ലോഡാക്കി വരുന്നുണ്ട്. ഓരോ സാധനങ്ങൾ ഇതാ ലോഡ് ഇടുകയാണ്. നമ്മുടെ ലോഡർ അതാ ചറപറ ഇങ്ങനെ ലോഡാക്കി ഇടുന്നുണ്ട്. ഇതൊക്കെ വിടുന്നെടുത്ത് നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് തട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെയും നമ്മുടെ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ദൂരെ നമ്മുടെ റെഡി മിക്സ് വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് കാര്യമായ വർക്കില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഹനുമാൻ അമ്പലത്തിൻ്റെ അടുത്തായി എത്തിയിട്ടുണ്ട്, കുമ്പള. അപ്പോൾ അവിടെ നമ്മൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്ലൈവുഡും കാര്യങ്ങളൊക്കെ തന്നെ കയറ്റി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ സോയിൽ നെയിലിംഗ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡ്രില്ലിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ BC ഒക്കെ ടോപ്പ് ലെയർ വലിച്ച റോഡാണ്. അപ്പോൾ അത് കച്ചറിയാവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലൈവുഡ് എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത സോയിൽ നെയിലിംഗ് തുടങ്ങുന്ന സ്ഥലം എന്തായി കാണുന്നതാണ്. നമ്മുടെ സാധനമൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ ഇറക്കണം. കൂടെ നമ്മുടെ എൻജിനീയർ ആദർശമുണ്ട്. നമ്മളിത് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സോയിൽ നെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തം കോൺക്രീറ്റ് ഇത് അടിച്ച് സ്പ്രേ അടിച്ച് കൊണ്ടിരിക്കുകയാണ്. ചറപറ സ്പ്രേ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പമ്പാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഷീറ്റൊക്കെ ഇറക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് എവിടത്തേക്കാണെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മുടെ സോയിൽ നെയിലിങ്ങിൻ്റെ കംപ്രസറാണ് കേട്ടോ. ഒടുക്കത്തെ സൗണ്ടാണ്. അങ്ങനെ നമ്മൾ മംഗൾപാടി യാർഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിൽത്താട്ടൻ ഗ്രേഡർ റെഡിയാക്കേണ്ട പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ കുമ്പള നമ്മുടെ ടോള് വരുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സാധനമൊക്കെ ഇറക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഇറക്കി. കുറേ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് സ്കൂള് കൂട്ടിയതുകൊണ്ട് പിള്ളേരൊക്കെ ഇതാ ഇവിടെയാണുള്ളത്. അപ്പോൾ
നമ്മൾ കുമ്പള നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ റെയിൽവേൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ കുമ്പള പാലത്തിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ അടിയിലൂടെയാണ് കേട്ടോ പോകേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ പോകണം. അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനുണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ ഓരോരോ സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പം നമ്മുടെ പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ കുമ്പള പാലത്തിൻ്റെ അടിയിലായിട്ട്. ഇവിടെയൊക്കെ കണ്ടൽക്കാടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും നായിക്കാപ്പിൽ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ താറിങ്ങിൻ്റെ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മോർത്താന പ്ലാന്റിലേക്കുള്ള കുറേ സ്പെയർ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമ്മുടെ വണ്ടി കയറ്റി നേരെ മോർത്താന പ്ലാന്റിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ വയ്യ അത് ഓരോന്നായിട്ട് ഇങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറ്റുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് സാധനമൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരെ വട്ടിപ്പടവ് മോർത്താന നമ്മുടെ പ്ലാന്റിലോട്ട് പോകണം. അപ്പോൾ വീണ്ടും ഇവിടെ മിക്സൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ. നമ്മുടെ ഒരു വണ്ടി ഇവിടെ മിക്സിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോവാണ്. പ്ലാന്റൊക്കെ ഇവിടുന്ന് ഇതാ കറങ്ങുന്നൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ അടിയിലോട്ട് മിക്സിൽ ഓടിയാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സെന്റിന്റെ വണ്ടിയാണ്. സെന്റിന്റെ വണ്ടി ഇതേ പ്ലാന്റിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലോഡറൊക്കെ ഇതേ ഫ്രണ്ടിലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണിത്. കൈയൊക്കെ മൊത്തം വേർത്തൊലിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി മോർത്താന പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മോർത്താന പ്ലാന്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. നമ്മുടെ പ്ലാന്റിലായിട്ട് ഇതായി ദൂരെയായിട്ട് നമ്മുടെ ഇറ്റാച്ചൊക്കെ കാണാം. ഇറ്റാച്ചൊക്കെ മെറ്റീരിയൽസ് ഇങ്ങനെ കൂട്ടി റെഡിയാക്കിയിടുകയാണ്. അപ്പോൾ നമ്മുടെ GSP സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസൊക്കെ നമ്മുടെ താർ പ്ലാന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ വർക്കേഴ്സിൻ്റെ അടുത്ത് പോകണം. ഇന്നിവിടെ താറിങ്ങിൻ്റെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്നാണ് ഇന്ന് താറിങ് പരിപാടിയുള്ളൂ. ഇവിടെയൊക്കെ മൊത്തം ശാന്തമായി കിടക്കുകയാണ് കേട്ടോ. പക്ഷെങ്കിൽ അതിതീവ്രമായ വെയിലാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിലായിട്ട് ഇതേ ഒരുപാട് സാധനങ്ങൾ സ്റ്റീലൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിലേക്കുള്ള സാധനങ്ങളാണ്. ഇത് ഇവിടെയൊക്കെ ഒരുപാട് സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ FOBയുടെ സാധനങ്ങളാണ് കേട്ടോ. FOBക്ക് വേണ്ട റോ മെറ്റീരിയലാണ്. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറക്കി വരുന്നത്. ഇഷ്ടം പോലെ സാധനമുണ്ട്. ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ ഇവിടുന്ന് റെഡിയാക്കി നമ്മുടെ FOBയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ലോഡുമായിട്ട് ഇതേ മൊഗ്രാലെത്തിയിട്ടുണ്ട്. ഒരു ബോക്സാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മൊഗ്രാൽ FOBയുടെ വർക്ക് നല്ല പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മൊത്തം പണി തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മുടെ വർക്കേഴ്സൊക്കെ പണിയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ FOBയുടെ വർക്കെല്ലാം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഉപ്പള ഏതാണ്ട് FOBയുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ മംഗൾപാട് ഇതേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ വർക്കും വൈകാതെ തന്നെ കംപ്ലീറ്റ് ആവും. നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ നമ്മുടെ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൂര്യൻ നല്ല രീതിയിൽ അസ്തമിക്കാറായി. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്.